വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത നെക്ലേസ് ആൻഡ് ഇയറിങ്സ് ആണ്. സോ ഫസ്റ്റ് വൺ ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു നെക്ലേസും ഇയറിങ്സും ആണ്. നമുക്ക് ഇയറിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹാങ്ങിങ് ആണ്, അതുപോലെ കുറച്ചും കൂടി നല്ല വലിപ്പത്തിൽ കിടക്കുന്ന ടൈപ്പ് ഒരു ഇയറിങ്ങും. അതേപോലെ നമ്മൾ നെക്ലേസ് നോക്കുവാണെങ്കിലും അറ്റത്തിങ്ങനെ വൈറ്റും ഗ്രീനും അതേപോലെ ലൈറ്റ് ബ്ലൂ റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന മുത്തുകളും സ്റ്റോൺസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓവറോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ സൽവാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനൊക്കെ അങ്ങനത്തെ ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ത്രെഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ലെങ്ത്ത്, നമുക്ക് ഏതിറക്കത്തിൽ വേണം അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഒരു ബ്ലാക്കും അതേപോലെ വൈറ്റും വരുന്നതാണ്. ഇതും ഒരു ത്രെഡിൽ വരുന്നതാണ്. ഇതിൻ്റെയും നമുക്ക് ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലേസും അതേപോലെ ഇയറിങ്സും ആണ്. അപ്പം ബ്ലാക്കാണ് മെയിനായിട്ട് വരുന്നത്. ഒരു പീകോക്ക് ഡിസൈനാണ് ഇതിൻ്റെ ഇയറിങ്സിൽ വരുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു ജിംകി പോലെ ഒരു ഹാങ്ങിങ്ങും ഉണ്ട്. അപ്പം ജസ്റ്റ് നല്ല സിമ്പിളാണ്, പക്ഷെ എന്നാലും ഒരു ഹെവി ലുക്ക് തരുന്ന ടൈപ്പ് ഒരു നെക്ലേസ് ആണ്. അതിനകത്ത് നമുക്ക് വൈറ്റ് മുത്തുകളും കാണാൻ പറ്റും, അതുപോലെ ബ്ലാക്ക് സ്റ്റോൺസും നമുക്ക് കാണാൻ പറ്റും. ഇതും ഒരു എന്താ പറയുക ഒരു ബ്രാസ് മെറ്റീരിയലിൻ്റെ ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇയറിങ്സ് ആണെങ്കിലും ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിന് ഈ മാല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പാവാടേൻ്റെ കൂടെയും നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഒരു ഇയറിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1974 റുപ്പീസാണ്. പക്ഷേ ഇതെനിക്ക് കുറച്ച് റിഡക്ഷനിലാണ് കിട്ടിയത്. ഇതിൻ്റെയും ക്ലോഷർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടൺ ക്ലോഷറാണ്, അതേപോലെ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. അപ്പോൾ ജ്വല്ലറി ബോക്സിൽ തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ ക്ലീൻ ആക്കുകയാണെങ്കിലും സോഫ്റ്റായ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ആക്കുക. ഇതിൻ്റെ ഇയറിങ്ങിൻ്റെ ഒരു എന്താ പറയുക ഹാങ്ങിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മുത്താണ് വരുന്നത്. ഒരു പ്രത്യേകതരം ഗ്രീൻ കളർ മുത്താണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു നെക്ലേസ് ആൻഡ് ഇയറിംഗ് സെറ്റാണ്. അപ്പോൾ ഈ ഒരു നെക്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെട്ടാണ് വേണ്ടത്, ത്രെഡാണ് വരുന്നത്, പക്ഷേ എന്നാലും കെട്ടാണ് വേണ്ടത്. പിന്നെ ഇതിൻ്റെ ഇയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഇയറിംഗ് ആൻഡ് നെക്ലേസ് ആണ്. അപ്പം ഗ്രീൻ ഓറഞ്ച് റെഡ് കളർ കോമ്പിനേഷൻസ് ഒക്കെ വരും. അപ്പം ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ഇതും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ കളറായിരിക്കും, പക്ഷേ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുൾ മൾട്ടി കളറായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇയറിംഗ് നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുരുമ്പ് പിടിച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്